വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ 3 ടിപ്പ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ പീരിയഡ്സിന്റെ 20ാമത്തെ ദിവസം നിങ്ങൾക്ക് പ്രഗ്നന്റ് ആകാനായിട്ട് സാധിക്കും കേട്ടോ. നമ്മുടെ ഫെർട്ടിലൈസേഷൻ നടന്ന ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആകാനായിട്ട് സഹായിക്കുന്ന 3 ടിപ്സിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനോടകം ഒരുപാട് ആളുകൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് പ്രഗ്നന്റ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി ടാബ് നോക്കുക കേട്ടോ. അതിൽ നിങ്ങളുടെ സെയിം ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആളുകൾ ഫോളോ ചെയ്തിട്ടുള്ള ടിപ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിൽ നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയന്റ് ആണെന്ന് തോന്നുന്ന ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഒരിക്കലും ഡോക്ടറുടെ ട്രീറ്റ്മെന്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ളതല്ല നമ്മുടെ ഹോം റെമഡീസ് എന്ന് പറയുന്നത്. ഡോക്ടറുടെ തരുന്ന മെഡിസിൻസിനോടൊപ്പം ഇതുപോലുള്ള ഹോം റെമഡീസും ലൈഫ് സ്റ്റൈലിലും ഭക്ഷണം കഴിക്കുന്ന രീതിയിലും ഒക്കെ മാറ്റങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് കൺസീവ് ആകാനായിട്ട് അത് എളുപ്പത്തിൽ സഹായിക്കും കേട്ടോ. അപ്പോൾ ടിപ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തേതാണ് ഓട്സ് എന്ന് പറയുന്നത്. ഓട്സിൽ നമ്മൾ റോൾഡ് ഓട്സ് കഴിക്കുന്നത് സാധാരണ പാക്കറ്റിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് ഈ റോൾഡ് ഓട്സ് എന്ന് പറയുന്നത്. ഓവുലേഷൻ നന്നായിട്ട് നടക്കാനും ഇംപ്ലാന്റേഷൻ നല്ലതുപോലെ നടക്കാനും സഹായിക്കുന്ന ഒന്നാണ് ഈ റോൾഡ് ഓട്സ് എന്ന് പറയുന്നത്. ഇതിൽ ഫൈബറിന്റെ കണ്ടന്റ് ഉണ്ട്, ബി വിറ്റമിന്റെ കണ്ടന്റ്സ് ഉണ്ട്, അതുപോലെ സെലീനിയം, സിങ്ക്, മാഗ്നീഷ്യം എന്നീ ഫാക്ടേഴ്സ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ഫെർട്ടിലൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ടും ഗർഭസ്ഥ ശിശുവിലോട്ടുള്ള രക്തയോട്ടം കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കുന്നതാണ്. അതൊക്കെ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആ സെൽ ഡിവിഷൻ ഒക്കെ പ്രോപ്പർ ആയിട്ട് നടന്നിട്ട് ആ ഒരു എംബ്രിയോ എൻഡോമെട്രിയൽ ലൈനിങ്ങിൽ അറ്റാച്ച് ആകുന്നതിന് വേണ്ടിയിട്ട് അത് സഹായിക്കും കേട്ടോ. നമ്മുടെ ഡൈജഷൻ പ്രോപ്പർ ആയിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടും ഓട്സ് ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട്. നമ്മൾ നെഗ്ലക്ട് ചെയ്ത് വിടുന്ന പല കാര്യങ്ങളും ഡയറക്റ്റ് ആയിട്ട് ഫെർട്ടിലിറ്റിയെ അഫക്ട് ചെയ്യുന്നവയാണ്. ഭക്ഷണം നമ്മൾ കഴിച്ചിട്ട് അത് പ്രോപ്പർ ആയിട്ട് ദഹിച്ച് മോഷന് കൃത്യമായിട്ട് പാസ് ചെയ്ത് പോയിട്ടില്ല എങ്കിൽ അത് ശരീരത്തിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കുന്നതിനും അത് ഇൻഡയറക്ട്ലി നമ്മുടെ ഫെർട്ടിലിറ്റിയെ അഫക്ട് ചെയ്യുന്നതിനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ദഹനം കൃത്യമായിട്ട് നടക്കാത്ത ആളുകൾക്കൊക്കെ ഈ ഒരു ഓട്സ് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഒപ്പം വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരുപാട് എഫേർട്ട് ഒന്നും എടുക്കാതെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ റോൾഡ് ഓട്സ് എന്ന് പറയുന്നത്. നമ്മൾ ചെറുതായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് ഈ ഓട്സ് കഴിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ആ ഒരു കലോറീസ് ഒക്കെ കൃത്യമായിട്ട് നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നതിനും അതുപോലെ നമ്മുടെ വെയിറ്റ് കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നതിനും ഒക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ഫെർട്ടിലിറ്റി ഏറ്റവും കൂടുതൽ എങ്ങനെയാണ് സഹായിക്കുന്നതെന്ന് നോക്കാം. ഇതിൽ സെലീനിയം എന്ന് പറയുന്നൊരു കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് യൂട്രസിന്റെ ഫംഗ്ഷൻ ഒക്കെ കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് കൊടുക്കുന്ന ഒന്നാണ്. നമ്മുടെ യൂട്രസിന്റെ ലൈനിങ് തിക്കണായി നിൽക്കുന്നതിനും അത് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്തിട്ട് അത് പ്രോപ്പർ ആയിട്ട് പോകുന്നതിനും വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഓവുലേഷൻ നടക്കുന്ന സമയത്തൊക്കെയാണ് ഇത് എടുക്കുന്നതെങ്കിൽ ക്വാളിറ്റിയുള്ള അണ്ടം പ്രൊഡ്യൂസ് ആകുന്നതിന് വേണ്ടിയിട്ട് ഈ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് സഹായിക്കുന്നു. നമ്മൾ എടുക്കുന്ന എല്ലാ വസ്തുക്കളിലൂടെയും ആ ഒരു ഗുണങ്ങൾ ശരീരത്തിലോട്ട് കിട്ടണമെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ എഫക്റ്റീവ് ആയിട്ട് തന്നെ നടക്കണം. ഇപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിൽ രക്തയോട്ടം ഉണ്ട്. അത് കുറേയും കൂടി എഫക്റ്റീവ് ആയിട്ട് നടക്കുന്നതിനും ബോഡിനെ ഡിറ്റോക്സിഫൈ ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് സഹായിക്കുന്നത് കേട്ടോ. ഒപ്പം ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിന്റെ ഭാഗമായിട്ട് കുഞ്ഞിലോട്ടുള്ള ന്യൂട്രിയൻസിന്റെ സർക്കുലേഷൻ കൃത്യമായിട്ട് എത്തുകയും കുഞ്ഞിന് മറ്റുള്ള ഗ്രോത്ത് നിന്ന് പോവുകയോ ഹാർട്ട് ബീറ്റ് നിന്ന് പോവുകയോ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഒന്ന് റിഡ്യൂസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒപ്പം ഇതിൽ സിങ്കിന്റെ കണ്ടന്റ് കൂടി അടങ്ങിയിട്ടുണ്ട്. ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ സിങ്ക് എന്ന് പറയുന്നത്. സെൽ ഡിവിഷൻ ഒക്കെ കൃത്യമായിട്ട് നടക്കുന്നതിനും ഇംപ്ലാന്റേഷന്റെ പ്രോസസ്സ് അതായത് പ്രീ ഇംപ്ലാന്റേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് സപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞ് അണ്ടവും ബീജവും തമ്മിൽ ജോയിൻ ആയി കഴിഞ്ഞാൽ ഒരുപാട് സെൽ ഡിവിഷൻ നടന്നിട്ടാണ് ആ ഒരു എംബ്രിയോ എൻഡോമെട്രിയത്തിന്റെ ആ ഒരു ക്യാവിറ്റിയിലോട്ട് എത്തുന്നത്. അത് പ്രോപ്പറായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുന്നതിന് സിങ്ക് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഓട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോമിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഓട്സ് വെച്ചിട്ട് ഉപ്പുമാവോ അല്ലെങ്കിൽ സ്മൂത്തീസ് പ്രിപ്പയർ ചെയ്ത് കഴിക്കുകയോ അല്ലെങ്കിൽ വേറെ പായസം വെക്കുകയോ അങ്ങനെയുള്ള ഏത് രീതിക്കാണോ നിങ്ങൾക്ക് ഓട്സ് കഴിക്കാൻ ഇഷ്ടം ആ രീതിക്ക് നിങ്ങൾ എടുക്കുക. റോൾഡ് ഓട്സിന്റെ റെസിപ്പീസ് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഒരു ദിവസം ഒരു നേരമോ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങളിത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചീര കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഗ്രീൻ ലീഫി വെജിറ്റബിൾസിൽ ഒരുപാട് ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഒന്നാണ് ഈ ചീര എന്ന് പറയുന്നത്. പച്ചച്ചീരയാണെങ്കിലും ചുവന്ന ചീരയാണെങ്കിലും നിങ്ങൾ എടുക്കുന്നത് ഫെർട്ടിലൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഒരുപാട് ഫൈബറിന്റെ കണ്ടന്റും അതുപോലെ ഒരു ന്യൂട്രിയൻ പാക്ഡ് ആയിട്ടുള്ള ഒന്നാണ് ഈ ചീര എന്ന് പറയുന്നത്. ഇതിൽ ഫോളേറ്റ് അടങ്ങിയിട്ടുണ്ട്, അയേൺ ഉണ്ട്, മറ്റുള്ള ആന്റി ഓക്സിഡന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് ഇംപ്ലാന്റേഷൻ നടക്കുന്നതിനും ഒപ്പം കുഞ്ഞിന് ഗ്രോത്ത് ഉണ്ടാകുന്നതിനും ഒക്കെ സഹായിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് പ്രഗ്നൻസി സഡൻ ആയിട്ട് സ്റ്റോപ്പ് ആയി പോകുന്നവരുണ്ട് കുഞ്ഞിന്റെ ഗ്രോത്ത് നിന്ന് പോകുന്നതുകൊണ്ട്. ഇത് പലപ്പോഴും
നമ്മൾ പ്രഗ്നൻസിക്ക് മുമ്പ് ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. കാരണം നമ്മൾ പ്രഗ്നന്റ് ആണെന്ന് ഡിറ്റക്ട് ചെയ്യുന്ന സമയത്ത് ആ സമയത്തുള്ള ആ ഒരു രീതിയൊക്കെ വെച്ചിട്ട് നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള പല ആക്ടിവിറ്റീസും ഡെവലപ്പ് ആയി തുടങ്ങുന്ന ഒരു സമയമാണ് ആ ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മളിത് ഡിറ്റക്ട് ചെയ്യുന്നത് ഫസ്റ്റ് ട്രൈമസ്റ്റർ തീരാറാകുന്ന സമയത്താണ്. അപ്പോൾ കുഞ്ഞിന് വേണ്ടുന്ന കാര്യങ്ങളൊന്നും ശരീരത്തിൽ ഇല്ലെങ്കിൽ ആ ഒരു സന്തോഷം അവിടെ വെച്ച് തന്നെ ഡ്രോപ്പ് ആയി പോകുന്നതിന് അത് കാരണമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓൾറെഡി മിസ്കാരേജ് ഹിസ്റ്ററി ഉള്ള ആളുകളൊക്കെ ചീര ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ ഇംപ്ലാന്റേഷൻ നടക്കുന്നതിനും ഗ്രോത്തിനും ഒക്കെ വേണ്ടിയിട്ടുള്ള അയേൺ ഇതിൽ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഒരുപാട് സ്ത്രീകൾക്ക് അനീമിയ പോലുള്ള കണ്ടീഷൻസ് ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. മിസ്കാരേജിന്റെ റേറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സപ്പോർട്ടും ഇത് കൊടുക്കുന്നുണ്ട്. ഒപ്പം നമ്മുടെ മൂഡ് റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നു. ഒരുപാട് ആളുകൾക്ക് ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ സ്ട്രെസ് കൂടുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ആലോചിച്ചിട്ടായിരിക്കും സ്ട്രെസ്ഡ് ആവുന്നത്. കാരണം ഈ മാസം നഷ്ടമായി പോകുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് സ്ട്രെസ്സും ആൻസൈറ്റിയിലൂടെയും ഒക്കെ കടന്നു പോകുന്ന ആളുകളുണ്ട്. അവരുടെ ഒക്കെ ശരീരത്തിൽ സ്ട്രെസ് ഹോർമോൺസിന്റെ പ്രവർത്തനമൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിട്ടായിരിക്കും നടക്കുന്നത്. അതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യുന്നതിനും ഹാപ്പി ഹോർമോൺസിന്റെ പ്രവർത്തനം നന്നായിട്ട് നടക്കുന്നതിനും മൂഡ് റെഗുലേറ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒപ്പം നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് സപ്പോർട്ട് ചെയ്യുന്നു. വിറ്റമിൻ സിയുടെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ഇമ്മ്യൂണിറ്റി കൂടുന്നത് കേട്ടോ. ഒപ്പം നമ്മുടെ ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. ചീരയിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ സെല്ല് റിപ്പയർ ചെയ്യുന്നതിനും നമ്മുടെ സ്കിൻ മസിൽസ് അതുപോലെ ബോൺസ് ഒക്കെ ഹെൽത്തി ആയിട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒപ്പം ഇതില് ഡൈജഷൻ പ്രോപ്പർ ആയിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ഉള്ള ആളുകൾക്ക് അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നു. ഫൈബറിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ടോട്ടെ, നാരുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഒന്നും കൂടുതലായിട്ടൊന്നും സംഭവിക്കില്ല കേട്ടോ. ചീരയും നിങ്ങൾക്ക് ഉച്ച സമയത്തൊക്കെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഒരു ദിവസം ഒരു നേരമെങ്കിലും നിങ്ങളിത് എടുക്കുക. അങ്ങനെ കഴിവതും നിങ്ങൾക്ക് പറ്റുന്ന സമയങ്ങളിൽ നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾ കഴിക്കുന്നതോടൊപ്പം ഇത് തന്നെ ഹസ്ബൻഡിനും കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം പ്രഗ്നൻസി ട്രൈ ചെയ്ത് തുടങ്ങുന്ന സമയത്തൊക്കെ ഇത് ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്പേമിന്റെ മോട്ടിലിറ്റി വർദ്ധിപ്പിക്കുന്നതിനും അതിന്റെ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് സഹായിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഉണ്ട്. കാരണം ശരീരത്തിനകത്തേക്ക് കടത്തിവിടുന്ന സ്പേം ഇത് വരുന്ന ആളാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ശരീരം നിൽക്കില്ല. കാരണം അതിനെ പ്രതിരോധിക്കാനും ശരീരം ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതൊക്കെ താണ്ടി അകത്തേക്ക് എത്തിയ ആ ഒരു ഫലോപ്പിയൻ ട്യൂബിന് അവിടെ ഇത് എത്തണമെങ്കിൽ അതിന് ഒരുപാട് കാപ്പബിലിറ്റി വേണം, അതിന് ഒരുപാട് ക്വാളിറ്റീസ് വേണം. അതൊക്കെ അതുപോലെ തന്നെ അതിന്റെ പെർഫോമൻസും ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് തന്നെ നടക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും ഈ ചീര ഉപയോഗിക്കുന്നത് സഹായിക്കും കേട്ടോ. ചോറ് കഴിക്കുന്ന സമയത്തൊക്കെ റൈസിന്റെ കണ്ടന്റ് കുറയ്ക്കുക. അതുപോലെ തന്നെ കറികളുടെ കണ്ടന്റ് നിങ്ങൾ കൂട്ടുക. കാരണം കറികൾ നമ്മൾ കഴിക്കുമ്പോൾ ഒരുപാട് നമുക്ക് ന്യൂട്രീഷൻ കിട്ടും. അതാണ് നമുക്ക് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് വേണ്ടത് കേട്ടോ. മൂന്നാമതായിട്ട് ആ കുട്ടി ചെയ്തൊരു ടിപ്പ് എന്ന് പറയുന്നത് മാലാസന എക്സസൈസ് ആണ് കേട്ടോ. ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കാത്തവരാരും തന്നെ ചിലപ്പോൾ ഉണ്ടാവില്ല അല്ലെ. ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്ന രീതിക്കാണ് നമ്മൾ ഈ മാലാസന എക്സസൈസ് ചെയ്യുന്നത്. ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്ന രീതി നിങ്ങളൊന്ന് മനസ്സിൽ സങ്കല്പിച്ച് നോക്കുക. നമ്മുടെ ആ ഒരു ഭാഗമൊക്കെ നല്ലതുപോലെ അങ്ങോട്ട് വൈഡ് ആകും. ഈ ഒരു എക്സസൈസ് ചെയ്യുമ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന പർപ്പസ് അതാണ്. വൈഡ് ആകുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ മസിൽസ് ഒക്കെ നല്ലതുപോലെ ഒന്ന് സ്ട്രെച്ച് ആകുന്നതിനും രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ പ്രഗ്നൻസി സപ്പോർട്ട് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഈ ഒരു എക്സസൈസ് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഈ മാലാസന എക്സസൈസ് ചെയ്യുമ്പോഴും നിങ്ങൾ ആ പോസിൽ ഇരുന്നിട്ട് നല്ലതുപോലെ ശ്വാസം അകത്തേക്ക് വലിക്കുക. വെറുതെ അങ്ങനെ വലിച്ചാൽ പോരാ, നല്ല ഡീപ്പായിട്ട് ഈ ഒരു സൗണ്ട് നിങ്ങൾക്ക് വരില്ലേ, ആ ഒരു രീതിക്ക് വേണം നിങ്ങൾ ശ്വാസം വലിക്കാൻ. സ്ലോലി ബ്രീത്ത് ഔട്ട് ചെയ്ത് വിടുക. ഡീപ്പായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുക, സ്ലോലി ബ്രീത്ത് ഔട്ട് ചെയ്യുക കേട്ടോ. ഈ ഒരു എക്സസൈസും 10 to 15 മിനിറ്റ്സ് 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് വരെ മാക്സിമം നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും.
അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.